ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് എനിക്ക് ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ വേറെ എന്തോ തിരക്കിലായിപ്പോയി. പിന്നെ എന്നോട് ആ സിനിമയെക്കുറിച്ച് മറന്നും പോയി. സത്യം പറയുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ സിനിമ OTT റിലീസ് ചെയ്തു. OTT റിലീസ് ചെയ്ത സമയത്താണ് എനിക്ക് ആ ഒരു സിനിമയെക്കുറിച്ച് ഓർമ്മ വന്നത്. ഒരു കിഡ്ല എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ ഈ ഒരു സിനിമ എന്നുള്ളത്. സിനിമയുടെ പേര് വരുന്നത് ഫ്യൂരിയോസ എ മാഡ് മാക്സ് സഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ 2015 റിലീസ് ചെയ്ത മാഡ് മാക്സ് ഫ്യൂരി റോഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രീക്വലായിട്ട് വരും, ഒരു സ്പിൻ ഓഫ് എന്നും പറയാം. ഈ ഫ്യൂരിയോസ എന്ന കഥാപാത്രമുണ്ട് നമ്മുടെ മാഡ് മാക്സ് ഫ്യൂരി റോഡിലുള്ള ആ ഒരു ഫ്യൂരിയോസ എന്ന കഥാപാത്രമുണ്ട്. ആ ഫ്യൂരിയോസയുടെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒറിജിനൽ സ്റ്റോറിയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ ആ ഒരു വേൾഡ് ബിൽഡിങ് എങ്ങനെയാണ് ആ ഒരു സംഭവം, ആ ഒരു എന്താ പറയുക, ആ ഒരു വേൾഡ് ഉണ്ടായതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു റിവെഞ്ച് സ്റ്റോറി തന്നെയാണ് സിനിമ എന്നുള്ളതാണ്. ഒരു കിഡ്ലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. മാഡ് മാക്സ് ഫ്യൂരി റോഡ് സത്യം പറയാമല്ലോ, ഞാൻ ആ സിനിമ കണ്ട സമയത്ത് ഇത് തിയേറ്ററിൽ മിസ്സായി പോയല്ലോ എന്നുള്ളതായിരുന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു അത്. ആ ഒരു സിനിമ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ആലോചിക്കും, ഇപ്പോൾ അതുപോലുള്ള സിനിമകളൊക്കെ എങ്ങനെ വരുന്നുള്ളത്. ഏകദേശം 70% ഒറിജിനലായിട്ടായിരുന്നു അതിലുള്ള സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ എടുത്തത്. ഇപ്പോൾ ആകുമ്പോൾ CGI വർക്കും VFX കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. പക്ഷേ അതിലൊരു 70% ഈ ബൈക്ക് ചേസിങ് കാര്യങ്ങൾ, അതിലുള്ള കുറേ കാര്യങ്ങൾ ഒരു VFX കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒറിജിനലായിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇതിൽ ഈ സിനിമയിൽ ഒരുവിധം സംഭവങ്ങളൊക്കെ VFX കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ശരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ. പക്ഷേ മാഡ് മാക്സ് ഫ്യൂരി റോഡ് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നിരാശ സമ്മാനിക്കുന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സിനിമ, അതായത് ഫ്യൂരിയോസ മാഡ് മാക്സ് സഗ എന്നുള്ളത് ഈ ഒരു സിനിമ ഫസ്റ്റ് വരേണ്ടിയിരുന്നു, അതിന് ശേഷം വരേണ്ടിയിരുന്നു 2015 ഇറങ്ങിയ ഒരു സിനിമ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കും പറയുന്നത് ഒരു ഒറിജിനൽ സ്റ്റോറിയാണ്. ഒരു പക്ക ഫുള്ളി ആക്ഷൻ അല്ല, സ്റ്റോറി കൂടി പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഡ്രാമ മോഡൽ കൂടി സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം 2.5 മണിക്കൂറിൻ്റെ അടുത്ത് സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. ഫുള്ളി ആക്ഷൻ സീക്വൻസ് അല്ല അതിലുള്ളതാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ കുറച്ചുകൂടി ആക്ഷൻ കാര്യങ്ങളൊക്കെ കൂട്ടി ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത നമ്മുടെ തോർ സൂപ്പറാക്കി കൈകാര്യം ചെയ്തത് കിഡ്ലൻ വില്ലൻ വേഷമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ കണ്ടു. കൂടാതെ OTTയിൽ വന്ന സമയത്ത് റെൻ്റ് ഓപ്ഷനിലാണ് വന്നിരിക്കുക. ആമസോൺ പ്രൈമിലും തമിഴ് ഡബ്ഡ് വേഷമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ കണ്ട സംഭവമാണ്. തിയേറ്ററിൽ എന്താ പറയുക, ഒരു ഞാൻ അത്രയും പാലക്സി ഇതാണ് കണ്ടത്, ഹൈലൈറ്റ് മാൾ പാലക്സി എന്ന് വെച്ചാണ് കണ്ടത്. ഒരു കിഡ്ലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, സൂപ്പർ ഒരു കിഡ്ലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കുക. നല്ല ക്വാളിറ്റി സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ക്വാളിറ്റി 4K തന്നെ കാണാൻ ശ്രമിക്കുക. നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. പക്ഷേ മാഡ് മാക്സ് ഫ്യൂരി റോഡ് പ്രതീക്ഷിച്ച് പോകരുത്, കാണാനിരിക്കരുത് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. അതിലും കുറച്ച് ഡൗൺ ആയിട്ട് തന്നെയാണ് സിനിമ ഉള്ളത്. അത് വേറെ ഇത് വേറെ, അതായത് ഇതിൻ്റെ ഒരു ഒറിജിനൽ സ്റ്റോറിയാണ് സംഭവം. അതായത് ഫ്യൂരിയോസയുടെ ഒറിജിനൽ സ്റ്റോറിയാണ്. കുറച്ചുകൂടി സ്റ്റോറി ഡ്രാമ മോഡലിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. അതുപോലുള്ള ആക്ഷൻ വലിയ സംഭവം ആക്ഷൻ സീക്വൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരു നിരാശയായിരിക്കും ഫലം എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. മാഡ് മാക്സ് നമ്മൾ TV-യിലും കമ്പ്യൂട്ടറിലും മൊബൈലൊക്കെയാണ് മാഡ് മാക്സ് ഫസ്റ്റ് 2015 ഇറങ്ങിയ സിനിമ കണ്ടത്. അതുകൊണ്ടായിരിക്കാം ഇത് തിയേറ്ററിൽ കണ്ട സമയത്ത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ഈ സിനിമ തിയേറ്ററിൽ പരാജയമാണ്. ഈ സിനിമ 168 മില്യനാണ് ഈ സിനിമയുടെ ബജറ്റ് വരുന്നത്. 168 മില്യൺ കിട്ടിയിട്ടുള്ളൂ ഈ സിനിമ ടോട്ടലി കളക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഒരു പരാജയമായിരുന്നു ഈ സിനിമ എന്നുള്ളതാണ്. ശരിക്കും പറയുന്നത് അത്രയും കാത്തിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ശരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത്. പക്ഷേ അത് തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വലിയൊരു സങ്കടകരമായ ഒരു വസ്തുത എന്നുള്ളത്. ഒരു സ്ലോ പേസ് ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന സിനിമയാണ് ഈ ഫ്യൂരിയോസ മാഡ് മാക്സ് സഗ ഈ സിനിമ. ആ വേൾഡ് ബിൽഡ് എങ്ങനെയാണ്, ആ വേൾഡ് ബിൽഡ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന സിനിമ. എന്തായാലും കണ്ടു നോക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.